ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പോറ്റിയവർ ആരെല്ലാമാണെന്ന ചോദ്യമാണ് ഇപ്പം കേരളം ചോദിക്കുന്നത്. ഇയാളെല്ലാം സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ചിലപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ആ മൊഴിയിൽ ഉന്നത പേരുകളൊന്നും പുറത്തു വരാൻ സാധ്യതയില്ല. കാരണം CPM നിയോഗിച്ച അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നമുക്ക് ഇതിലൂടെ എന്ത് അനുമാനിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഒരു വലിയ തട്ടിപ്പ്, അതും ഈ പറയുന്നത് പോലെ എന്താണ്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിമാരും അതുപോലെ തന്നെ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഹൈക്കോടതി നിയോഗിച്ച ഓഫീസറാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു മുൻ പത്തനംതിട്ട ജില്ലാ ജഡ്ജും കൂടാണ്. അദ്ദേഹം അവിടെ പോയതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ആണ് ഈ ഒരു തട്ടിപ്പ് പുറത്തു വന്നത്. അല്ലാതെ ഈ തട്ടിപ്പ് പുറത്തു വരില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടാതെ ഈ തവണയും ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൻ്റെ പുറത്താണ് ഇത്രയും കാര്യങ്ങൾ പൊന്തി വന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ ഇത് പുറത്തു വരില്ലല്ലോ. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 24 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 24 മണിക്കൂറിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും 10 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിട്ട് ഒക്ടോബർ 30 വരെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം തന്നെ പോറ്റിയെ വളഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പറയുന്നത്, എന്നെ കുടുക്കിയതാണ്, എന്നെ കുടുക്കിയ ആളുകളൊക്കെ അധികം വൈകാതെ പുറത്തു വരുമെന്നും അവർ കുടുങ്ങുമെന്നും പറയുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, തൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കേണ്ട. ഇതിന്റെ മുകളിലേക്ക് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് നേതാക്കന്മാർക്ക് പങ്കുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആളുകളും ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അവിടെ നടക്കില്ല. ആ കൃത്യമായ കാര്യം തന്നെയാണ് ആര് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ഈ തൽക്കാലം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറസ്റ്റൊക്കെ ചെയ്തോളൂ, പക്ഷെ എനിക്ക് ഊരി പോരാനുള്ള ലൂപ്പ് ഹോൾസ് എല്ലാം നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ വിളിച്ചു പറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ കൃത്യമായ കാര്യമാണ്. രണ്ടാമത്തത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ബാക്കിയുള്ള ആളുകളെല്ലാം ശ്രമിക്കുന്നത്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ നിർണായകമായ ചില മൊഴികളുണ്ട്. എത്ര മൊഴികൾ മുക്കിക്കഴിഞ്ഞാലും ഇത് വന്ന വഴികൾ ഏതാണ് എന്ന് കോടതി അന്വേഷിക്കുമല്ലോ. അതിൽ തന്നെ വാസുവിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുൻ ദേവസ്വം കമ്മീഷനും അതുപോലെ തന്നെ CPMന്റെ സന്തത സഹചാരിയും വീണ്ടും CPM പിടിച്ചിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയ ആളുമാണ് വാസു ആണ് ഇതിന് അനുമതി കൊടുത്തത്. അതായത് സ്വർണം ചെമ്പാണ് എന്ന് പറയുകയും ചെമ്പ് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പോലെ സ്വർണം പൂശാനുള്ള അനുമതി വാസു കൊടുത്തു എന്ന പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. അതുപോലെ തന്നെ CPMന്റെ നേതാവായിട്ടുള്ള പത്മകുമാറിന്റെ മകന് യോഗദണ്ഡും അതുപോലെ സ്വർണം പൂശിയ രുദ്രാക്ഷവും എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ചോദിക്കുമ്പോൾ എന്റെ മകന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും എന്നാണ് പറയുന്നത്. അതും സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് പത്മകുമാർ അത് ചെയ്തത്. അതിൽ പോലും വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. അപ്പൊ പത്മകുമാറിന്റെയും മകന്റെയും പേരിൽ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. എന്തുകൊണ്ട് പോറ്റി എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. പോറ്റിയവർ, അതാണ് ഇതിനാദ്യം ചോദിച്ചത്. ആ പോറ്റിയവരെ പിടിക്കുന്നതിനൊപ്പം തന്നെ ഈ പത്മകുമാറിന്റെയും മകന്റെയും കാര്യം കൂടെ അന്വേഷിക്കണം. അതെന്താ SIT അന്വേഷിക്കാത്തത്? അതെന്താ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്? ഏകദേശം 2 കിലോ ആണ് പോറ്റി കടത്തി എന്ന് പറയുന്നത്. 2 കിലോ എന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗ്രാം സ്വർണ്ണമാണ്? ഏകദേശം എനിക്ക് തോന്നുന്നു 1000-ന് മുകളിൽ, 1500-ന് മുകളിൽ ഗ്രാം സ്വർണ്ണം ഉണ്ടാവും. ഇതിന്റെ ഒരു പൈസ എന്ന് പറയുന്നത് എത്രത്തോളമാണ്? ഏകദേശം 2 കോടിക്കടുത്ത് പണം ആ 2 കിലോ മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ടാവും. 2 കിലോ ആണ് എന്നുള്ളൊരു എന്താ തെളിവ്? SITയുടെ അന്വേഷണത്തിലും എത്ര സ്വർണം പോയിട്ടുണ്ടോ അത്രയും സ്വർണ്ണമൊന്നും അവർ FIR-ലൊന്നും രേഖപ്പെടുത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. 2 കിലോ അല്ല പോയതൊന്നും ഉറപ്പാണ്. അവിടെ നിന്ന് ബാക്കി എന്തൊക്കെ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വലിയ സംശയങ്ങളുണ്ട്. എന്തായാലും CPMന്റെ നേതൃത്വവും CPM നേതാക്കന്മാരും ഒന്നും അറിയാതെ ഇത്തരത്തിൽ ഒരു കാര്യവും അവിടെ നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ജെയ്സി തോമസ് ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, സംസ്ഥാന സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ ഒന്നും ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയാണ്. 2 കാര്യങ്ങൾ അതിലേക്ക് ചോദിക്കാറുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പൊ UDFന്റെ കാലത്ത് ആണ് ഈ ദേവസ്വം ബോർഡിൽ ഇത്ര ഒരു കാര്യം നടക്കുന്നുവെങ്കിൽ ഇവിടെ സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കും. തീർച്ചയായും അല്ലെ? എന്താ അത്? സംസ്ഥാന സർക്കാരിന് ആദ്യം തന്നെ പറയുന്നത് ആ സംസ്ഥാന സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും. CPM തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അവർ തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാർ, അവർ തീരുമാനിക്കുന്ന ഓഫീസർമാർ, ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്
നമ്മൾ അതിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ നേതാക്കന്മാർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി പുറത്തു വരികയാണ്. രണ്ടാമത്തത് മുരാരി ബാബു എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, ഓഫീസർ. അയാൾ ഇന്ന് രാജിവെച്ചിട്ടുണ്ട്. രാജിവെച്ചത് NSS-ൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് നിൽക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഈ മുരാരി ബാബു 2022 ഏറ്റുമാനൂരിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളൊന്നാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. ആ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടത്തിയ തട്ടിപ്പ്, അവിടെ ഉണ്ടായിട്ടുള്ള തീപിടുത്തം, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയും തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത ആളാണ് ആര്? മുരാരി ബാബു. ആ മുരാരി ബാബുവിനെ ഈ പറയുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് നേരെ മാറ്റിയത് എവിടത്തേക്കാ? അടുത്തത് ശബരിമലയിലേക്ക്. ആലോചിക്കണം, ഏറ്റവും മനോഹരമായി മോഷ്ടിക്കാൻ സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തു. അതാണ് ഇവർ ചെയ്തത്. എന്നിട്ട് ഇവർ ന്യായീകരിക്കുകയാണ്. അപ്പൊ ജയിക്ക് പറയുന്നുണ്ട്, അത് ഞാൻ അറിയില്ല, ഞാൻ ഇപ്പോഴാണ് അത് കേട്ടത്, എനിക്ക് അതിനെപ്പറ്റി വിവരമില്ലാതെ. സത്യമാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കില്ല. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു മാറാനുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചു. ഏതെങ്കിലും ഒരു സഖാവ് ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയതിൽ ഈ പറയുന്ന പോറ്റിയെ കുറ്റപ്പെടുത്തിയെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടതൊന്നും ഇതില്ല. സർക്കാരിന്റെ പോട്ടെ, പോറ്റിയെ കുറ്റപ്പെടുത്തിയെങ്കിലും ഭഗവാന്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടോ? ഇല്ലല്ലോ, അത് ഇടില്ലല്ലോ. അതാണല്ലോ ഇവിടുത്തെ കാര്യം. അപ്പോ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ദേവസ്വം ബോർഡിൽ കയറി ഇരുന്നുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾ ചില്ലറയല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തത്, ഈ മുരാരി ബാബു ഉൾപ്പെടെ, പത്മകുമാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ N വാസു ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം ചോദ്യം ചെയ്യുകയും ദേവസ്വത്തിലെ ഒരു വലിയ പട ഓഫീസർമാർ തന്നെ ഇതിൽ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കാളികളായിട്ടുണ്ട്. അത്തരം ആളുകളെ എല്ലാം തന്നെ കൃത്യമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന രീതിയിലോട്ട് പോകണം. പിന്നെ ഈ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോവും പിന്നെ വാസവനൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ, ഒരു ഫോട്ടോ അല്ല, ഒന്നിലേറെ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്നും തന്നെ അന്വേഷണം നടത്താതെ ഇവരൊക്കെ പോറ്റിയെ ഇങ്ങനെ പിണറായി വിജയൻ ആരോടൊന്നും ചിരിക്കുന്നത് ഇതിന് കണ്ടിട്ടില്ല. പോറ്റിയോട് ചിരിക്കുന്നുണ്ട്, ചിരിക്കാറില്ല. പക്ഷെ പോറ്റിയോട് ചിരിച്ച് തമാശ പറയുന്ന പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സരിത ഉമ്മൻചാണ്ടിയോട് ചിരിച്ചു എന്ന് കണ്ടില്ലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പോയി ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്ന് നിന്നു, ഉമ്മൻചാണ്ടിയോടൊപ്പം ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയ സഖാക്കള് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന സമയത്ത്, അത് സ്വപ്ന സുരേഷ് നിന്ന സമയത്തും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവര്. അത് ഇവർക്ക് പ്രശ്നമല്ല. ഇപ്പൊ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്ന സമയത്തും പ്രശ്നമല്ല, ശിവശങ്കർ നിന്ന സമയത്തും പ്രശ്നമല്ല. അതായത് തട്ടിപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് എല്ലാ സമയത്തും നടക്കുമ്പോഴും ഇവർക്കത് പ്രശ്നമല്ല. ഇനി മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് തോന്നുന്നുണ്ടോ ഇതിൽ ഇവർ ശിക്ഷിക്കപ്പെടുമെന്ന്? ഒരിക്കലും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം പോറ്റിക്കെതിരെ കൃത്യമായ ഒരു FIR ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോറ്റി പല കാര്യങ്ങളും കോടതിയിൽ വിളിച്ചു പറയും. പോറ്റിയെ ബലിയാടാക്കി മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പോറ്റിക്ക് സുഖകരമായി പുറത്തിറങ്ങാനുള്ള ലൂപ്പ് ഹോള് എന്തായാലും അന്വേഷണ സംഘം വിട്ടുകൊടുക്കും. അങ്ങനെ ഇട്ടുകൊടുത്തില്ലെങ്കിൽ പോറ്റി ഏറെക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പുറത്തിറങ്ങിയാൽ അദ്ദേഹം പലതും വിളിച്ചു പറഞ്ഞാൽ അത് CPM-ന്റെ നേതാക്കളിലേക്ക് നീളും. പത്മകുമാറുണ്ട്, പത്മകുമാറിന്റെ മകനുണ്ട്, വാസുണ്ട്, ഇത്തരത്തിൽ പല ആളുകളേക്കും നീങ്ങും. വൻ സ്രാവുകളുടെ പേരുകൾ പുറത്തു വരും. അത് CPM-ന് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പോറ്റിയെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. കൃത്യമായ ഒരു അന്വേഷണം നടക്കില്ല. പ്രത്യേകിച്ച് അവിശ്വാസികളായ ക്ഷേത്രത്തെ പുച്ഛിക്കുന്ന ആളുകൾ ദേവസ്വം വകുപ്പ് ഭരിക്കുമ്പോൾ, ദേവസ്വം ബോർഡിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും ശബരിമലയിൽ കൊള്ള നടത്തിയ കള്ളന്മാർ രക്ഷപ്പെടും. അവരെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അല്ലെങ്കിൽ ഭരണം മാറണം. 2026 ഭരണം മാറി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവർക്കെതിരെ ഏത് തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് കണ്ടറിയാം. അതല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തിയാൽ എൻഫോഴ്സ്മെന്റ്